ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇറാനിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്. ഇറാനിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് കഴിഞ്ഞ 8-9 ദിവസങ്ങളായിട്ട് നടക്കുന്നത്. ഈ പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണമായത് അവിടുത്തെ എക്കണോമിക് ക്രൈസിസ്. അതാണ് മെയിനായിട്ട് ഒരു ഇഷ്യൂ. ആ ഇഷ്യൂവിനെ തുടർന്നാണ് ഈ പ്രതിഷേധങ്ങൾ മൊത്തം നടക്കുന്നത്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഈ എക്സ്ചേഞ്ച് റേറ്റിൽ വന്ന വേരിയേഷൻസ്, അതായത് ഡോളറിനെതിരെയുള്ള ഇറാനിയൻ റിയാൽ, ആ കറൻസിയുടെ തകർച്ച, ആ തകർച്ചയാണ് ആ രാജ്യത്തിൻ്റെ ഇപ്പം നിലവിലെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിനകത്ത് റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ ആ ഒരു വിജയം, ഇസ്രായേലിൻ്റെ ആ ഒരു യുദ്ധത്തിലേക്ക് കിട്ടിയ സക്സസ്, അതായത് ഇറാനുമായിട്ട് മാത്രം സ്പെസിഫിക് ആയിട്ട് ഇസ്രായേലിൻ്റെ യുദ്ധത്തിനെ മെഷർ ചെയ്യേണ്ടതില്ല. ഇസ്രായേലിൻ്റെ ഇറാനെതിരെയുള്ള യുദ്ധത്തിനെ നോക്കിക്കാണേണ്ടത് കുറച്ചുകൂടെ വൈഡ് ആംഗിളിലാണ്. വൈഡ് ആംഗിൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ പ്രോക്സി ആയിട്ടുള്ള ഹെസ്ബുള്ള ലെബനാനിൽ നിന്നും അറ്റാക്ക് നടത്തുന്നു ഇസ്രായേലിനെതിരെ. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ഹമാസ്, അവരൊരു പരിധിവരെ ഇന്തിഫാദയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിലും അവരെ റീസെന്റ് ആയിട്ട് 2007 കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് അവരെ ബാക്ക് ചെയ്തിരുന്നത് ഇറാനാണ്. അപ്പൊ അതുകൊണ്ട് ഹമാസും കൂടി ഇപ്പം ഇറാന്റെ പ്രോക്സി എന്നുള്ള നിലയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സിറിയയുടെ സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ മലേഷ്യ ഗ്രൂപ്പുകളെ വെച്ചുകൊണ്ട് ഈ സിറിയ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ രാജ്യം അസാദിന്റെ കീഴിൽ ഭരണത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ടൈമിൽ കംപ്ലീറ്റ് ഇസ്രായേലിനെതിരെ തന്നെയാണ് ആ ഒരു എൻറ്റയർ സിറിയ ശരിക്കും ഇറാന്റെ പ്രോക്സി ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. അതിലുപരിയായിട്ട് ഇറാഖിന്റെ സൈഡിൽ കുറെ മലേഷ്യ ഗ്രൂപ്പുകളുണ്ട്, അവരെയും പരിപോഷിപ്പിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇനി ഹൂത്തികൾ, യമന്റെ സൈഡിൽ നിന്ന് ഹൂത്തികൾ, അവരെയും പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പൈഡർ വല പിന്നുന്ന പോലെ, ഇങ്ങനെ ചിലന്തി വല പോലെയാണ് അവരുടെ ഈ ഒരു പ്രോക്സി നെറ്റ്വർക്ക്. ഈ പ്രോക്സി നെറ്റ്വർക്കുകൾ ഓരോന്നായിട്ട് ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്, വൈപ്പ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം ഇതാ ഇന്നലെ രാത്രി മുതൽ ലെബനന്റെ ഉള്ളിൽ മാരകമായ ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ആയുധങ്ങൾ വരുന്നുണ്ട്. UK യിൽ നിന്നും ആയുധങ്ങൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ ജോർദാനുള്ളിലിരിക്കുന്ന അമേരിക്കൻ ബേസിൽ കൊണ്ട് ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നെതന്യാഹു അമേരിക്കയിൽ ഇരിക്കുമ്പോൾ അവിടെ പെന്റഗനുമായിട്ട് നടത്തിയ ചർച്ചയിൽ പുതിയ വെപ്പൺ സപ്ലൈ എഗ്രിമെന്റ് തയ്യാറായിട്ടുണ്ട്. അതിനെ തുടർന്ന് തകൃതിയായിട്ടുള്ള ആയുധ ഇറക്കുമതി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ റീജിയണൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്നുള്ള പേരിലാണ് ഈ ആയുധങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ ഉന്നം വെക്കുന്നത് തീർച്ചയായിട്ടും ഈ ഇറാൻ പ്രോക്സികൾ തന്നെയാണ്. ഇനി ഈ സൗദി അറേബ്യ യമന്റെ ഉള്ളിൽ ആക്രമണം നടത്തി അവിടെ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടത്തുന്നുണ്ടല്ലോ. ആ സാഹചര്യത്തിൽ ഈ സൊമാലിലാൻഡിൽ ഇസ്രായേലും UAEയും അവർക്കാണ് ഏറ്റവും കൂടുതൽ സൊമാലിലാൻഡിൽ ഇൻഫ്ലുവൻസ് ഉള്ളത്. ഈ സൊമാലിലാൻഡിനെ പുതിയൊരു രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ച് അവിടെ അവർക്ക് ഒരു മിലിറ്ററി ബേസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഈ ഒരു അവസ്ഥയിൽ സൗദി അറേബ്യ സൊമാലിയയുമായിട്ട് സംസാരിച്ച് സൊമാലിയയിൽ ഒരു മിലിറ്ററി ബേസ് അതിന് വേണ്ടിയിട്ട് ഇപ്പൊ തീരുമാനമായിട്ടുണ്ട്. അപ്പൊ അതായത് മിഡിൽ ഈസ്റ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. മിഡിൽ ഈസ്റ്റ് ഇപ്പം നേരെ ആ ഒരു റെഡ് സീ കേന്ദ്രീകരിച്ചുള്ള ഒരു റൈവൽറിയിലേക്ക് മാറുകയാണ്. ഇപ്പം ആ ഒരു പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് ആ മേഖലയിലേക്കാണ് ഇപ്പം കേന്ദ്രീകരിക്കുന്നത്. ഇനി നമ്മൾ ഇറാന്റെ വിഷയത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചത് 1979 ഒരു ഡോളറിനെതിരെ ഇറാനിയൻ റിയാൽ വെറും 70 ആണ്. അതാണ് അവരുടെ ഒരു വാല്യൂ ആയിരുന്നത്. ഇന്ന് ഒരു അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ റിയാൽ 42,125 ഇറാനിയൻ റിയാലാണ്. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് $70 നിന്നും 42,000 മാറിയിട്ടുണ്ട്. ഈ സാഹചര്യമാണ് ഇറാന്റെ ഉള്ളിൽ ഈ രീതിയിലേക്ക് ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കിയത്. അപ്പൊ ഇത് ശരിക്കും സ്റ്റുഡൻസ്, കാരണം എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു രാജ്യത്തിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് സ്റ്റുഡൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻറ്റുകൾ ഈ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. ഇപ്പൊ ശരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തിരി പ്രതിഷേധം ഇച്ചിരി കെട്ടടങ്ങിയിട്ടുണ്ട്. അതിനൊരു കാരണം ഇറാൻ ചെറിയൊരു ഞൊടുക്ക് വിദ്യ അവരിപ്പം ഇറക്കിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമില്ല. IRGC എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ $7 ഒരു ചെക്ക്, ഒരു ക്യാഷ് റെസിറ്റ് അത് ഇഷ്യൂ ചെയ്യാണ് പൊതുജനങ്ങൾക്ക്. അതായത് ഒരു ഗവൺമെന്റിന്റെ നിസ്സഹായ അവസ്ഥയാണത്. പ്രതിഷേധത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് $7 ഒരു ക്യാഷ് റെസിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു പേപ്പർ, ആ പേപ്പറിന് $7 വാല്യൂ ഉണ്ട്. അപ്പോൾ ആ പേപ്പർ നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ചിൽ കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചിലവിനുള്ള പൈസ കണ്ടെത്താം. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇന്നും നിരവധി ഷോപ്പുകൾ ഇറാന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി കൂടി തുരുതര പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങളുമായിട്ട് ആൾക്കാർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിഷേധകർക്കെതിരെ IRGC ഭരണകൂടം നിരന്തരം വെടിവെക്കുകയാണ്. ഇതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിലവിൽ ഏതാണ്ട് 25 പേരോളം ഈ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. 25 പേരോളം. നിങ്ങൾ നോക്കിക്കൊണ്ട് ഞാനിവിടെ ഒരു വീഡിയോ വെക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി നടന്നു പോവാണ്. ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രാത്രിയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോഴത്തേക്കും അവിടുന്ന് IRGC ഭരണകൂടം ഇവർക്കെതിരെ വെടിവെക്കുകയാണ്. എന്നിട്ട് ആൾക്കാർ തെന്നി മാറിയൊക്കെ പോകുന്നുണ്ട്. പിന്നീടും ഇവർ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അതായത് നീ വെടിവെച്ചാലും ഞങ്ങൾ വരും. കാരണം അത്രയ്ക്ക് ദയനീയ അവസ്ഥയിലേക്ക് ആ ജനങ്ങളുടെ
ജീവിതശൈലി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഗവൺമെന്റ് നീ മതം പടർത്ത്, നീ മതവിശ്വാസം കൊണ്ടു നടക്ക്, നീ ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുപോകും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഒരുക്കണം. ഒരു രാജ്യം എക്കണോമിക്കലി പുരോഗതിയിലോട്ട് പോകണം. പുരോഗതിയിൽ പോയില്ലെങ്കിലും അവിടുത്തെ ഡേ ടു ഡേ എക്സ്പെൻസസ് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവണം. അപ്പം ഇതൊന്നും കൊടുക്കാതെ ഞാനിങ്ങനെ സുപ്രീം ലീഡറാണെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നടക്കുന്നത് പോലെ ഇതേപോലെ പ്രതിഷേധങ്ങൾ ആളിക്കത്തും, നാട് വിടേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ അമേരിക്ക താക്കീത് കൊടുത്തിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർത്താൽ അമേരിക്കൻ സേനയെ ഞങ്ങൾ കളത്തിലിറക്കും. അത് വേറൊന്നും കൊണ്ടല്ല, റെസ്ക്യൂ പ്രോസസ്. അതായത് ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് സൂചനകളാണ്. ഒന്ന്, അമേരിക്ക ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതിന്റെ ഒരു ധ്വനിയും കൂടി ഇതിനകത്തുണ്ട്. അതിലുപരിയായിട്ട് റെജീം ചേഞ്ചിന് സപ്പോർട്ട് എന്നുള്ള നിലയിലുള്ള നിലപാട്, അമേരിക്കയുടെ നിലപാട്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇങ്ങനെ രണ്ട് തരത്തിൽ ഇതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കൃത്യമായിട്ട് തന്നെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതി കുറിച്ചിട്ടുണ്ട്. സോ അറ്റൻഷൻ ടു ദിസ് മാറ്റർ എന്നുള്ള രീതിയിൽ എഴുതി കുറിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇന്നലെ രാത്രി ഏതാണ്ട് 22 പ്രൊവിൻസുകളിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത്. 44 പേർക്ക് വെടിയേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ഗുരുതരമായ പരിക്കുകളോടുകൂടി ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇവര് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ കണ്ണീർ വാതം എന്ന് പറഞ്ഞിട്ട് അതും കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ അതിന്റെ ഇടയിൽ കൂടെ ഇവര് അമ്യൂണിഷൻസും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പൊ ആൾക്കാർ ഇവർ ആദ്യം പെല്ലറ്റ് ഗണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതിന് പുറമെ വെടിയുണ്ടകൾ വരും. ഇതാണ് ഇപ്പൊ നിലവിലെ IRGC ഭരണകൂടം എടുത്തിരിക്കുന്ന ഒരു ടെക്നിക്. ഇതുവരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് 29 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1200-ലധികം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ 1200 പേരെ അറസ്റ്റ് ചെയ്തതിൽ മെജോറിറ്റി സ്റ്റുഡന്റുകളാണ്. അപ്പൊ ഈ സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ സ്റ്റുഡൻസിന്റെ വീട്ടുകാരിപ്പം അടുത്ത പ്രഖ്യാപനം, അതായത് ഞങ്ങളിപ്പോൾ ഇതുവരെ പ്രതിഷേധത്തിനൊന്നും ഇറങ്ങിയിട്ടില്ല, ഞങ്ങളുടെ മക്കളാണ് പ്രതിഷേധിക്കാൻ പോയത്, അപ്പം അവരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ റിലീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടി പ്രതിഷേധത്തിൽ പങ്കെടുക്കും എന്നുള്ള നിലപാടാണ് ഇപ്പൊ പാരന്റ്സിനുള്ളത്. അതായത് ദിവസം തോറും ഈ പ്രതിഷേധം എങ്ങനെയാണ് എക്സ്പാൻഡ് ആകുന്നത്. IRGC എടുക്കുന്ന ഓരോ നടപടിക്രമങ്ങളിലും ഇത് തുടരെ ഇങ്ങനെ തൊട്ട് എക്സ്പാൻഡ് ആവുകയാണ്. ആ എക്സ്പാൻഡ് ആകുന്നതിന്റെ രീതിയാണ് ഈ സ്റ്റുഡൻസിനെ തൊട്ടപ്പോൾ പാരന്റ്സിനെ തൊടുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഏരിയ ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ ഇൻക്ലൂഡ് ആവുകയാണ്. ഇപ്പൊ നിലവിലെ പ്രതിഷേധം ഏറ്റവും കൂടുതൽ ആളിക്കത്തുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഇൻ ഈസ്റ്റേൺ ഇറാൻ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രതിഷേധം നടക്കുന്നത്. ഞാനിവിടെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നുണ്ട്. ഈ ക്ലിപ്പിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഏതൊക്കെ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഷേധം ആളിക്കത്തുന്നത് എന്നുള്ള ആ ഒരു വീഡിയോ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറാന്റെ പാർലമെന്റിന്റെ ഉള്ളിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു പദ്ധതി, അതായത് ജനങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തു കഴിഞ്ഞാലെങ്കിലും ഈ പ്രതിഷേധത്തിന് ഒരു അറുതി ഉണ്ടാകുമോ എന്നുള്ള ഒരു അറ്റകൈ പ്രയോഗം, അതാണ് ഇപ്പൊ ഇറാൻ ഗവൺമെന്റ് നടത്തുന്നത്. $7 ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് $7 വെച്ചിട്ട് എത്ര ദിവസത്തേക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? പക്ഷേ എത്ര കാലം ഗവൺമെന്റ് ഇങ്ങനെ ഒരു $7 $10 വെച്ചിട്ടൊക്കെ ജനങ്ങൾക്ക് കൊടുത്ത് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പിടിച്ചു നിർത്താൻ പറ്റും? ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. അപ്പൊ ശരിക്കും ഈ സ്റ്റുഡൻസുകൾ ഇതിൽ കൺവിൻസ് ആവുമോ എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത്. അതായത് ഈ വിദ്യാർത്ഥികളെ ഒന്ന് പിടിച്ചു നിർത്താൻ പറ്റിക്കഴിഞ്ഞാൽ IRGCക്ക് രക്ഷപ്പെടാം. അതാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യം. പല വാർത്തകളും റെജീം ചേഞ്ച് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇറാന്റെ ഉള്ളിൽ എക്സാക്ട്ലി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇറാന്റെ IRGC ഭരണകൂടം തികച്ചും അറ്റകൈ പ്രയോഗങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. IRGC ഭരണകൂടത്തിന്റെ കാറുകൾ കത്തിക്കുന്നുണ്ട്, ആ ഓഫീസേഴ്സുകളുടെ വീടുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. വലിയ വലിയ പോസ്റ്ററുകളൊക്കെ കീറിക്കളയുന്നുണ്ട്, ചിലതൊക്കെ കത്തിച്ച് കളയുന്നുണ്ട്. ആ രീതിയിൽ പ്രതിഷേധം ആളി കത്തുന്നുണ്ട്. നല്ല രീതിയിലുള്ള ലഹളയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കലാപന്തരീക്ഷത്തിനെ എങ്ങനെ മുതലെടുക്കാം എന്നാണ് അമേരിക്ക അതേപോലെ തന്നെ ഇസ്രായേൽ, രണ്ട് രാജ്യങ്ങളും കൃത്യമായിട്ട് വാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്കൊരു അവസരം കിട്ടിക്കഴിയുമ്പോൾ അവർ കൃത്യമായിട്ട് ഇതിന്റെ ഉള്ളിൽ ഇറങ്ങും. അപ്പം ഇസ്രായേൽ ആണെങ്കിൽ പടക്കോപ്പുകളുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേൽ ഏറ്റവും ആദ്യം തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞത്. അപ്പം അതിന് ഒരു മുന്നൊരുക്കം, അതിനൊരു പ്രിവെൻഷൻ എന്നുള്ള നിലയിൽ ഇറാൻ ഇന്ന് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം തന്നെ പരീക്ഷിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ അവിടെ നടക്കുകയാണ്. അതായത് ഈ മൊമെന്റിൽ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഇറാന്റെ ഉള്ളിലേക്ക് വന്നാൽ നല്ലതാണെന്നും കൂടി ഒരു വിഭാഗം IRGC ഉദ്യോഗസ്ഥർ കരുതുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു അവസരമാക്കി കാണിച്ചുകൊണ്ട് ഇറാന്റെ ഒരു ദേശീയത അതിനെ ഒന്ന് ഉണർത്തി അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് മുന്നോട്ട് പോവാം. അതായത് നമ്മളൊരു തേർഡ് പാർട്ടി കൺട്രിയുമായിട്ട് യുദ്ധം ചെയ്യാണ്, മീൻസ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് ഇറാന്റെ ഉള്ളിലേക്ക് യൂണിറ്റി ആവശ്യമാണ്, നിങ്ങൾ എല്ലാവരും തന്നെ IRGCയെ പിന്തുണയ്ക്കണം എന്നുള്ള നിലയിലുള്ള ആഹ്വാനങ്ങളുമായിട്ട് കുറച്ചുപേരെങ്കിലും ഒരു മൈൻഡ് വാഷ് ചെയ്ത്
IRGCയുടെ പക്കൽ ഒന്ന് ചേർത്ത് നിർത്താം എന്നുള്ള ശ്രമങ്ങളൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിലവിലെ ഇറാന്റെ ഉള്ളിലുള്ള ഇന്നത്തെ ഒരു പിക്ചർ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.